നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മോർച്ചറിക്ക് മുൻപിൽ അമ്മയെ കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ്. നല്ലൊരു മഴക്കാലമായിരുന്നു. അമ്മ മരിച്ച് ഏകദേശം 6 മാസം കഴിഞ്ഞു. നല്ല മഴക്കാലം. അമ്മയുടെ വേർപാട് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ എനിക്ക് അത് കുറച്ച് നീണ്ടു നിന്നോ എന്നോ സംശയം. അങ്ങനെ വളരെ ദുഃഖത്തിലിരിക്കുന്ന സമയം ഞാൻ നമ്മുടെ തച്ചപ്പള്ളി അശോകനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്നയും അവരുടെ മരണശേഷം മൃതശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കടലാസെല്ലാം തയ്യാറാക്കി ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം. ഞാൻ അതുമായി മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അനാട്ടമി സെക്ഷൻ ചെന്നു. അങ്ങനെ അവരുടെ പേരെല്ലാം രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ അവിടുത്തെ ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ഇവിടെ 6 മാസം മുൻപ് എൻ്റെ അമ്മയുടെ ഡെഡ് ബോഡി ദാനം ചെയ്തിട്ടുണ്ട്, അമ്മയൊന്ന് കാണണം എന്നൊരു താല്പര്യമുണ്ടെന്ന്. ഡോക്ടർ അതിൻ്റെ കൃത്യമായത് മനസ്സിലാക്കാതെയാണോ എന്താണെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ അമ്മയുടെ ബോഡി ഇവിടെ ദാനം ചെയ്തിട്ടുള്ളതല്ലേ, പിന്നെന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ എംബാം ചെയ്ത് കേടൊന്നും കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിന് ചിലവ് വന്നിട്ടുള്ളത് അത് തന്നിട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. കാരണം എനിക്ക് എൻ്റെ അമ്മയെ ജീവനില്ലാതെ ആണെങ്കിലും കാണാമല്ലോ. ഞാൻ എൻ്റെ ഒരു മുറിയിൽ സൂക്ഷിച്ചോളാം. പക്ഷേ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചല്ല. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം. നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങി കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് തണുത്തു. ഡോക്ടർ പറഞ്ഞു, അല്പസമയം ആൾ നിശബ്ദനായിരുന്നു. ആൾ പറഞ്ഞു, നിങ്ങളുടെ അമ്മ, അതായത് കൗസല്യ, ഇവിടെ ആകെ ഒരേ ഒരു ഡെഡ് ബോഡിയെ നാഥനായിട്ടുള്ളൂ, അത് കൗസല്യയുടേതാണ്. ബാക്കിയെല്ലാം അനാഥ ശവങ്ങളാണ്, അനാഥ ബോഡികളാണ്. അതിവിടെ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ യാതൊരു നിലയ്ക്കും ശങ്കിക്കേണ്ടതില്ല. പിന്നെ നിങ്ങളുടെ അമ്മയുടെ രൂപമല്ല ഇപ്പോൾ, അമ്മയുടെ മുടിയില്ല, അതുപോലെ തന്നെ നിറം പാടെ മാറിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഭാവനയുണ്ട്, അത് കംപ്ലീറ്റ് തകരാറിലാവും. അതുകൊണ്ട് കൂടിയാണ് ഞാനത് പ്രോത്സാഹിപ്പിക്കാത്തത്. ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ തീരുമാനിച്ചോളൂ. ഡോക്ടർ അകത്തേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്നു. നല്ല പൊരിഞ്ഞ മഴ. കുറേ നേരം ഞാൻ അവിടെ ഇരുന്നു. ഞാൻ നോക്കിയപ്പോൾ പണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടി പോകുമ്പോൾ ഡെഡ് ബോഡികൾ കാണാറുണ്ട്. ആ രൂപമാണ് മനസ്സിൽ വന്നത്. ആ രൂപം മനസ്സിൽ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അമ്മ സൗന്ദര്യമുള്ളവർ തന്നെയാണ്. ഇത് വട്ടമുഖമുള്ള അതിമനോഹരമായ മുഖമാണ് അമ്മയുടെ. മനസ്സും അതുപോലെ തന്നെ അതീവ സുന്ദരമായ മനസ്സ്. ഒരിക്കലും ഒരാളോടും ദേഷ്യപ്പെടാത്ത, അതുപോലെ തന്നെ പരദോഷം പറയാൻ പോലും അനുവദിക്കാത്ത ആരോടും അത്ര സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവിച്ച ഒരു ജീവിതമാണ്. അത് അമ്മയുടെ മുഖത്തെന്നും നിറഞ്ഞു നിന്നിരുന്നു. എല്ലാവർക്കും അമ്മ പ്രിയപ്പെട്ടവളായിരുന്നു. ആ ഒരു രൂപം മാറി മറ്റൊരു രൂപം ഞാൻ കാണണം. കുറേ സമയം കഴിഞ്ഞു. ഞാൻ ഡോക്ടറോട് യാത്രയൊന്നും പറഞ്ഞില്ല. ഞാൻ കുടയുമെടുത്ത് തിരിച്ചു പോന്നു. അങ്ങനെ അമ്മയെ കാണാൻ ചെന്നിരുന്ന
ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഓർമ്മയിൽ അമ്മയെ പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കഥ പൂർത്തിയാക്കുന്നു.